സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് നമുക്കിപ്പം ചേരുന്നത്. നമുക്ക് വളരെ ഷോക്കേൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലം എനിക്കൊന്ന് ഒരു പുരസ്കാര വേദിയിൽ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വലിയ ഗായകനെ, അതായത് എപ്പോഴും തൻ്റെ പാട്ടുകളിൽ ഒരു കാൽപ്പനിക വൈഭവം, ഒരു റൊമാൻറ്റിക് സ്വഭാവം നിലനിർത്തിയിരുന്ന ഈ വലിയ ഗായകനെ അങ്ങ് അനുസ്മരിക്കുക? ഗാന ശൃംഖലയിലെ ഏറ്റവും മഹാനായ ഭാവഗായകനായിരുന്നു ജയേന്ദ്ര സാർ. അദ്ദേഹത്തിന്റെ പാട്ടുകളെന്ന് പറയുന്നത് അവിസ്മരണീയമായ പാട്ടുകളായിരുന്നു. അത് നമുക്കെല്ലാം മലയാളിക്ക് എന്നും സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന പാട്ടുകളായിരുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അവസാനം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിന് JC ഡാനിയൽ അവാർഡ് കൊടുത്തു. അതിന് അദ്ദേഹം മലയാള ഗാനശൃംഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ കൊണ്ടുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചത്. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ പോയി കണ്ട് പരിചയപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ വ്യക്തിബന്ധവും ആത്മബന്ധവും ഉണ്ടായി. പുരസ്കാര സന്ദർഭത്തിനും അതിനുശേഷം പല സന്ദർഭങ്ങളും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഇത്ര സ്നേഹനിധിയായ ഒരു മനുഷ്യൻ, വളരെ സിമ്പിളായിട്ട്, ഇത്രയും വലിയൊരു ഗായകൻ ഇത്ര സിമ്പിളായി ഇടപെടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല. അത്ര നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. സംഗീതം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ആ സന്ദർഭത്തിലൊക്കെ സംസാരിക്കുമ്പോൾ സംഗീതം അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും നമ്മുടെ മലയാള ഗാനശൃംഖലയ്ക്ക് വലിയ നഷ്ടമാണ്. നമ്മുടെ സിനിമാ രംഗത്തിന് വലിയ നഷ്ടമാണ്. നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണ്. ജയേന്ദ്ര സാറിന്റെ ആകസ്മികമായ വേർപാട്, ആരോഗ്യപരമായ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്നാണ് നമ്മെ അദ്ദേഹം വിട്ടുപിരിഞ്ഞത്. ഇപ്പോ ഗവൺമെന്റിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് അക്കാദമിയുടെ ഭാരവാഹികൾ ഇപ്പൊ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് എല്ലാ ബഹുമതിയോടും കൂടിയുള്ള സംസ്കാരം നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന് വേണ്ടിയുള്ള അനുശോചനവും ദുഃഖവും ഞാനിപ്പോൾ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അങ്ങ് നമുക്കിപ്പം ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ പ്രണാമ പരിപാടിയിൽ പങ്കുചേർന്നതിന് സന്തോഷം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇന്ന് രാത്രിയിലാണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യം തൃശ്ശൂർ അമല ആശുപത്രിയിൽ സംഭവിച്ചത്. സംസ്കാരം മറ്റന്നാളാണ്. സംസ്കാരം ചേന്ദമംഗലത്തെ തറവാട്ടിലായിരിക്കും നടക്കുക. ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ 2 മണിവരെ തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. കുറേ കാലമായി അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം പറവൂർ ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും മറ്റന്നാൾ സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, താങ്കൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കൂ. എന്നതാണ് ഒരു 16,000-ലധികം ഗാനങ്ങൾ, ഒരു 5-6 പതിറ്റാണ്ട് നീണ്ട സംഗീത സപര്യ അതിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭാവവും അദ്ദേഹം അതിമനോഹരമായി അത് പാടി ഫലിപ്പിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ് എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. അദ്ദേഹത്തിൻ്റെ പ്രണയഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭക്തി ഗാനങ്ങൾ, അദ്ദേഹം ആലപിച്ച വിരഹ ഗാനങ്ങൾ, ഇതൊക്കെ എക്കാലവും മലയാളി ഓർത്തിരിക്കും. മലയാളിയുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഒരു അടിമുടി കലാകാരനായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് അദ്ദേഹം ഒരു മൃദംഗ വിദ്വാനായിരുന്നു. ആ നിലയ്ക്കാണ് അദ്ദേഹം ഈ സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്തത്. ആ വേദിയിൽ വെച്ചാണ് യേശുദാസിനെ കാണുന്നത്. യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിലും ജയചന്ദ്രൻ മൃദംഗ വിദ്വാനായും അതിൽ സമ്മാനം നേടിയത്. കഥ നമ്മളുടെ കലോത്സവ ചരിത്രം പരിശോധിച്ചാൽ കിട്ടും. അദ്ദേഹം ചെണ്ട നന്നായി അഭ്യസിച്ചിട്ടുണ്ട്, അത് വായിക്കുമായിരുന്നു. മൃദംഗം, അതുപോലെ അത്തരം താളവാദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. അദ്ദേഹം അതിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഒരു അടിമുടി കലാകാരനായിരുന്നു ജയചന്ദ്രൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇപ്പോൾ നേരത്തെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞതുപോലെ ഇവർ കണ്ടാൽ എപ്പോഴും പാട്ടിനെ പറ്റി, കലകളെപ്പറ്റി, എഴുത്തിനെ പറ്റിയൊക്കെയാണ് എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ആ നിലയിൽ എല്ലാ തരത്തിലും കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. അത് നേരിട്ട് അനുഭവിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എപ്പോഴും കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ അദ്ദേഹത്തിന് ബിരുദം നേടിയ ശേഷം അദ്ദേഹം ചെന്നൈയിൽ പോയി ഒരു പ്യാരി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു കെമിസ്റ്റായി അദ്ദേഹം അവിടെ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് വരുന്നത്.